ശിവാനിക്ക് എന്നും നിന്നെയാണ് വിശ്വാസം. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെന്താ നിനക്ക് മനസ്സിലാവാത്ത? അവള് വളരെ നല്ലവളാ. അവള് സീതയെ പോലെയാടാ. അങ്ങനെ ആവുമ്പോ നീ ആരാ? രാമനായിരിക്കും അല്ലേ? അതല്ല രാവണനാണോടാ? നീ കഥയിലെ രാവണൻ തന്നെയാടാ. കാരണം ഞാൻ പറയാം, ശിവാനിയെ എന്നിൽ നിന്ന് അകറ്റി ദൂരേക്ക് കൊണ്ടുപോയ നീയാണ്. ഞാൻ ശിവാനിയെ താലികെട്ടാൻ തയ്യാറായി നിൽക്കുമായിരുന്നില്ലേ? അശോകവനത്തിൽ 1 മാസക്കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ നീ തിരികെ എന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരാ അല്ലേ? ത്രിവിക്രം, ഞാൻ നിന്റെ കാല് പിടിക്കാൻ. ത്രിവിക്രം, പ്ലീസ്, നീ ശിവാനിയെ സ്വീകരിക്കണം. ഞാൻ ശിവാനിയെ ഒരുപാട് പ്രണയിച്ചിരുന്നു. അവളുടെ കൂടെ ജീവിക്കാൻ സ്വപ്നവും കണ്ടു. പക്ഷെ അതൊക്കെ സ്വപ്നമായി തന്നെ ബാക്കി നിൽക്ക. ശിവാനി എന്നെ പ്രണയിച്ചിട്ടില്ല. പിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ച് അവളുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? അവളുടെ ജീവിതം തന്നെയല്ലേ നശിക്കുന്നത്. അവളുടെ ജീവിതം എനിക്ക് പ്രധാനം. അതുകൊണ്ടാ നിങ്ങൾ ഒന്നാവണം, പ്ലീസ്. എനിക്ക് ശിവാനി ഇനി വേണ്ട. അവളോടൊപ്പം നീ തന്നെ ഇനി ജീവിച്ചു തീർത്തോ. ത്രിവിക്രം, പ്ലീസ്. ത്രിവിക്രം, തൃശൂൽ, ശിവാനി, നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഇന്ന് ഞാൻ ത്രിവിക്രമനെ കൊണ്ട് ഉറപ്പായിട്ട് സമ്മതിപ്പിക്കും. ബ്രോ, പ്ലീസ് ബ്രോ, സമ്മതിക്കും ബ്രോ. തൃശൂൽ, ഞാൻ ശിവാനിയെ സ്വീകരിച്ച അത് അവളുടെ മനസ്സിന് വേദന ഉണ്ടാക്കില്ലേ? നീ സ്വീകരിച്ചില്ലെങ്കിൽ അവളുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. നോക്ക് തൃശൂൽ, നിങ്ങൾ ഒരുമിച്ചാ ജീവിക്കണ്ടേ? അല്ല, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. നിങ്ങൾ തമ്മിലാ ഒരുമിക്കേണ്ടത്. ഞാൻ പറയുന്നത് കേക്ക് തൃശൂൽ. ത്രിവിക്രം, പ്ലീസ് സമ്മതിക്കേ. രണ്ടാളും നിങ്ങളുടെ രണ്ടാളോട് കൈ കൂപ്പി ഞാൻ പറയാ, ദയവേതൊന്ന് വെറുതെ ഇരിക്കാവോ? എന്റെ ജീവിതത്തെക്കുറിച്ച് ഇനി ആരും ഇനി ചിന്തിക്കാൻ നിൽക്കണ്ട. അത് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. പോരെ? പ്ലീസ്, പ്ലീസ്. ശിവാനി, എന്നെ എന്തിനാ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നേ? നിങ്ങൾ രണ്ടാളെ അങ്ങനെ തന്നെ വിട്ടിരുന്നെങ്കിൽ ഇനിയും നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചേനെ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ശിവാനി? നീ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ത്രിവിക്രമനെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേനെ. ഇപ്പൊ ഒന്നും നടക്കാതെ പോയില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്തെങ്കിലും ചെയ്ത് ത്രിവിക്രമനെ സമ്മതിപ്പിക്കണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ശരി ശിവാനി, നീ തന്നെ ഒരു വഴി പറഞ്ഞതാ. അത് ചെയ്തു കഴിഞ്ഞാൽ ത്രിവിക്രം നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവണം. തൃശ്ശൂർ, ശരിക്കും നിനക്കൊന്നും തോന്നുന്നില്ലേ? ഇല്ല, ഒന്നും തോന്നുന്നില്ല. എന്താ തോന്നണ്ടേ? അല്ല, ത്രിവിക്രമിന്റെ മുന്നിൽ ചെന്ന് അങ്ങനെയൊക്കെ പറയാൻ നിനക്ക് ഒരു വിഷമവും തോന്നിയില്ലേ? വിഷമോ? തോന്നുന്നുണ്ട്. ആക്ച്വലി ഇതുവരെ തോന്നിയിരുന്നില്ല, എന്നാൽ ഇപ്പൊ തോന്നുന്നു. ഇപ്പോഴോ? അതെന്താ? അത് ആദ്യം നിന്നെ എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ നല്ല വിഷമം തോന്നിയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നാവാതെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം എടുത്തില്ലേ? അപ്പൊ ഞാൻ എന്റെ മനസ്സിനെ സ്ട്രോങ് ആക്കി മാറ്റി. പിന്നെ വീണ്ടും എനിക്ക് വിഷമം തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്താ? ത്രിവിക്രം ഞാൻ പറയുന്നതൊന്നും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട്. ശിവാനി, നിന്നെയും ത്രിവിക്രമനെയും തമ്മിൽ ഒരുമിപ്പിക്കുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. എന്നാ അവൻ സമ്മതിക്കുന്നേ ഇല്ല. ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട് ശിവാനി. ത്രിവിക്രമനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അവൻ അവസാനം വരെ സമ്മതിച്ചില്ലെങ്കിൽ മുന്നോട്ട് നിന്റെ ജീവിതത്തില് നിന്റെ അവസ്ഥ എന്തായിരിക്കും, എന്ത് ചെയ്യുന്നുള്ള പേടി എനിക്കുണ്ട്. എന്റെ ജീവിതത്തെ കുറിച്ച് നീ എന്തിനാ ആലോചിക്കുന്നേ? അതെന്റെ ഉത്തരവാദിത്ത ശിവാനി. ഞാൻ നിന്റെ കൂടെ സത്യത്തിൽ ചവിട്ടിയതല്ലേ? ഞാൻ പ്രണയിച്ചവളുടെ കൂടെ 7 ജന്മം കൂടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ്
നിങ്ങളെങ്കിലും ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കേ. ദൈവമേ, പ്ലീസ് ദൈവമേ, എങ്ങനെങ്കിലും ത്രിവിക്രമനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കേ. ത്രിവിക്രമാണ് ഫോൺ ചെയ്യുന്നത്. ഹലോ, പറ. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതൊക്കെ നിനക്ക് സമ്മതാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണോ? ആഹാ, നീ ആള് കൊള്ളാലോടാ. എന്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഗസ് ചെയ്യാൻ വരെ നീ പഠിച്ചു കഴിഞ്ഞല്ലേ? എന്നുവെച്ചാ നിനക്ക് സമ്മതമാണെന്നാണോ? ഓഫ് കോഴ്സ്. ഒരു മിനിറ്റ്, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. തൃശൂർ, നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ നന്നായിട്ട് ആലോചിച്ചു. നീ പറയുന്നതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നീയും ശിവാനിയും തമ്മിൽ അകലാൻ പോവല്ലേ? ഇപ്പൊ ഞാനും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നാ ശിവാനിക്ക് പിന്നെ ഒരു തുണയില്ലാതാവില്ലേ? പാവം അവള്. ശിവാനിക്ക് പിന്നെ ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല. അതുകൊണ്ടാ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു. നീ അവളെ ഇപ്പൊ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് മോചനം കൊടുക്കാൻ എനിക്ക് സാധിക്കൂടാ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്നു. നീ സമ്മതിക്കാത്തതിൽ വിഷമിച്ചിരിക്കായിരുന്നു. നിങ്ങളെ രണ്ടുപേരും ഒരുമിപ്പിച്ചതിന് പുണ്യം കിട്ടും എനിക്ക്. താങ്ക് യു. മനസ്സിൽ ഒരുപാട് നീറ്റൽ വെച്ചുകൊണ്ട് പുറത്ത് നീ ചിരിച്ചു കാണിക്കുകയാണല്ലടാ. ശിവാനി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കുന്ന ഒരു പിടിയില്ല. നിനക്ക് സന്തോഷായില്ലേ? അല്ല ശിവാനി, നീയാണെങ്കിൽ വർഷങ്ങളായിട്ട് കാത്തിരുന്നത് എന്ത് സന്തോഷത്തിനായിരുന്നോ അത് നിറവേറാൻ പോവല്ലേ? നിനക്കൊന്നും തോന്നുന്നില്ലേ? പിന്നെ തോന്നാതെ നീ ഇത്രയും വർഷങ്ങൾ എന്തിനാണോ കാത്തിരുന്നത്, എന്താഗ്രഹമാണോ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്, അത് നിറവേറാനുള്ള സമയം വന്നിരിക്കുക. ശിവാനി, നിനക്ക് ഇത്ര നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തില്ലേ, ആ സമയം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ടാ ഇതൊക്കെ ഇത്ര ഈസി ആയിട്ട് നടക്കുന്നത്. അയ്യോ, നോക്ക്, എന്റെ സന്തോഷത്തിൽ നിന്നോട് കൺഗ്രാറ്റ്സ് പറയാനേ മറന്നുപോയി. കൺഗ്രാറ്റ്സ്. ശിവാനി, സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കാണോ? നമ്മൾ ഡിവോഴ്സ് ആവുമ്പോഴേക്കും നിങ്ങൾ തമ്മിലുള്ള കല്യാണ കാര്യങ്ങളെല്ലാം റെഡിയായിരിക്കും. ഞാൻ തന്നെ മുന്നിൽ നിന്ന് എല്ലാം റെഡിയാക്കി നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇതിനൊരു ടൈറ്റിൽ കൊടുത്ത് എങ്ങനെയുണ്ടാവും? ശിവാനിയുടെ കല്യാണം. നന്നായിട്ടുണ്ടല്ലേ? വേണ്ട, അത് നമ്മുടെ കല്യാണത്തിന് കൊടുത്തതല്ലേ. ഇനിയിപ്പോ വേറെ പുതിയതായിട്ട് എന്തിടും? ശിവാനി, നീ തന്നെ ഒരു പേര് പറയും, അത് മതി. തൃശ്ശൂൽ സ്വീറ്റ് വാങ്ങിച്ചിട്ട് വരണം. ഞാൻ മറന്നുപോയിന്നേ. ഞാൻ പോയിട്ട് സ്വീറ്റ് മേടിച്ചോണ്ട് വരാം. അതിനുള്ളിൽ നീ എന്ത് പേരിടണമെന്ന്
ഹായ് ബ്രോ. ഞാനെന്തിനാ വീണ്ടും വിളിച്ചെന്ന് ആലോചിക്കാണോ? എനിക്കറിയാം ബ്രോ, നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേന്ന്. നിന്റെ സോറി ബ്രോ, നിന്റെ അല്ല, എന്റെ ഭാര്യയാകാൻ പോകുന്ന ശിവാനി എവിടെയാ? റൂമിലെവിടെയുണ്ട്. ഗുഡ്, അവള് റെസ്റ്റ് എടുക്കട്ടെ. ബ്രോ, നീ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്നെയും ശിവാനിയെ ഒന്നിപ്പിക്കാൻ വേണ്ടി നീ ഏതറ്റം വരെയും പോവെന്നൊക്കെ. എന്താ ബ്രോ, എന്താണ് നീ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? പറ്റില്ലെന്ന് പറയാൻ പോവാ? പക്ഷെ നീ എനിക്ക് വാക്ക് തന്നായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് പ്ലേറ്റ് ചേഞ്ച് ചെയ്തല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞ വാക്കിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയാണോ അല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടാ. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇന്ന് രാത്രി കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാൻ ഞാൻ അവിടേക്ക് എത്തിയേക്കണം. ഞാനോ? നീ എന്തിനാണ് അവിടെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ? ഓ സോറി ബ്രോ, നിന്റെ ലൈഫിലും ഇതുപോലെ പെൺകുട്ടികളുടെ കൂടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് മനസ്സിലായേനെ. പാവാ നീ കെട്ടിയ നിന്റെ പെണ്ണിന്റെ കൂടെ പോലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ വേറെ പെമ്പിളായെന്ന് പറയുമ്പോ ബ്രോ, ഞാൻ ഇൻവൈറ്റ് ചെയ്തത് ശിവാനിയെ. അവളെ അവിടേക്ക് നീ തന്നെ കൊണ്ടുവന്നേ പറ്റൂ. ശിവാനിയെയോ? അതേടാ ബ്രോ, കാൻഡിൽ ലൈറ്റ് ഡിന്നർ സമയത്ത് ആ ഡിം ലൈറ്റിൽ ഇരുന്നിട്ട് ഞാനും ശിവാനിയും മുഖത്തോട് മുഖം നോക്കി കണ്ണിൽ നിന്ന് കണ്ണെടുക്കാതെ എത്രയോ നേരം ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞ ഇത്രയും ദിവസം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും മറന്നുപോകും. ഫ്യൂച്ചറിനെ പറ്റി മാത്രമായിരിക്കും പിന്നെ ചിന്ത. എന്താ ബ്രോ, എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നിന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമായിരിക്കും അല്ലേ? സാധിക്കില്ലെന്ന് ആര് പറഞ്ഞു? വിളിച്ചോണ്ട് വരാം. ഉറപ്പല്ലേടാ? അവള് വരില്ലെന്ന് പറഞ്ഞ നീ എന്ത് ചെയ്യും ബ്രോ? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? അവള് സമയത്ത് അവിടെ എത്തിയാ പോരെ നിനക്ക്? യാ, എനിക്ക് ആ ടേബിളിൽ അവൾ എത്തിയാ മാത്രം മതി. ബ്രോ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നടാ. കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ സമയത്ത് ഞാനും ശിവാനിയും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നിന്റെ ജോലി എന്താണെന്ന് വെച്ചാ അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത നിമിഷം തന്നെ അവിടെ നിന്ന് ദൂരേക്ക് പോകണം. യാതൊരു കാരണവശാലും ഞങ്ങളുടെ ഇടയിലേക്ക് വരാൻ പാടില്ല നീ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു ആൻഡ് ഓൾസോ ഫോർ മൈ ഫിയാൻസെ. ത്രിവിക്രം, എന്തായി കാര്യങ്ങൾ? തൃശൂൽ ശിവാനിയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് സമ്മതിച്ചോ? വിളിച്ചോണ്ട് വന്നല്ലേ പറ്റൂ. അവന് വേറെ ഓപ്ഷൻ ഇപ്പൊ എന്താ ഉള്ളേ? മായേ, ഇനി അങ്ങോട്ട് നീ കാണാൻ പോവുക തൃശൂൽ എങ്ങനെയാ വേദന കടിച്ചമർത്തി ചിരിക്കാൻ പോകുന്നേന്ന്. ഞാൻ ശിവാനിയായിട്ട് ക്ലോസ് ആവും തോറും അവന്റെ ഉള്ളിലെ നീറ്റില് കൂടി വരും. ഓരോ നിമിഷം അവന് നരകമായിട്ട് തോന്നാൻ പോവുക. അത് മാത്രമാണ് എന്റെ നെക്സ്റ്റ് ടാർഗറ്റ്. വേദനിപ്പിക്കേ, അവനെ നീ എത്ര വേണമെങ്കിലും വേദനിപ്പിക്കേ. നീ വേദനിപ്പിക്കും തോറും അവൻ ശിവാനിയിൽ നിന്നും അകലാൻ തുടങ്ങും. ആ സമയം ഞാൻ അവനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. ഇന്ന് രാത്രി ഞാനും ശിവാനിയും കാൻഡിൽ ലൈറ്റ് ഡിന്നറില് സ്നേഹം പങ്കിടാൻ പോവുക. അവിടെ നിന്ന് തന്നെ തൃശൂലിന്റെ ടോർച്ചർ സ്റ്റാർട്ട് ചെയ്യാനും പോവുക. ത്രിവിക്രം, രാത്രി ഞാനും നിന്റെ കൂടെ വന്നോട്ടെ? നീയോ? ഞാനും ശിവാനിയും കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകുന്നതിന് നീ ഇപ്പോ എന്താ വരാൻ പാടില്ലേ? ഞങ്ങൾക്കിടയിൽ നിനക്കെന്താ കാര്യം എന്നാ? കാര്യമുണ്ട്. ഓ, ഐ ഗോട്ട് ഇറ്റ്. നീ അങ്ങോട്ട് വരണമെന്ന് പറയുന്നത് ഞാനും ശിവാനിയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോ അത് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്ന തൃശൂലിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ? അവന്റെ കണ്ണീര് കണ്ടിട്ട് നിനക്ക് എൻജോയ് ചെയ്യണം അല്ലേ മായ? ശരിയല്ലേ? തൃശൂലിന്റെ കണ്ണീര് കാണാൻ വേണ്ടിയല്ല, അവന്റെ കണ്ണീര് തുടച്ച് അവനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാ. തൃശൂലിൽ നിന്ന് ശിവാനിയെ അകറ്റുന്ന കാര്യത്തിൽ നമ്മൾ സക്സസിൽ എത്തിയിരിക്കുക. ഇനി ചെയ്യാനുള്ളത് ശിവാനിയുടെ കഴുത്തിലെ താലി കെട്ടി ഒഫീഷ്യലായിട്ട് ഭർത്താവുക എന്നുള്ളതാണ്. അത് വേഗം നടക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവുകയുള്ളൂ.
ശിവാനി, ശിവാനി. സോറി, ഞാൻ സ്വീറ്റ് മേടിക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ പോയിട്ട് മേടിച്ചിട്ട് വരാം. കുഴപ്പമില്ല. നീ എന്തായാലും ഇപ്പൊ സന്തോഷമായിട്ട് തന്നെ ഇരിക്കല്ലേ? ഈ സന്തോഷത്തിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തേക്കോ? എന്തിന്? വെറുതെ എന്റെ കൂടെ വാന്നേ, പോയിട്ട് വരാം. ഞാൻ എന്തിനാ നിന്റെ കൂടെ വരുന്നേ? ഞാൻ വരുന്നില്ല. അത് ഇത്രയും നേരം ത്രിവിക്രമൻ എന്നെ സ്വീകരിച്ചു എന്നറിഞ്ഞ് സന്തോഷിച്ചവൻ ഇപ്പൊ എന്നെ പുറത്തേക്ക് വിളിക്കുന്നത് എന്തിനാ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു ഫീലിംഗ് മനസ്സിൽ വെച്ച് വിളിക്കുന്നതല്ല. അതായത് പുറത്തു പോയിട്ട് സ്വീറ്റ് വാങ്ങിത്തരാൻ വേണ്ടി വിളിക്കുന്നതാ. ഇല്ല, ഞാൻ വരില്ല. ശരി. എന്നാ വേഗം റെഡി ആയിക്കോ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇന്ന് കാളഹസ്ത അമാവാസിയാണ്. നാഗലോകത്തുള്ളവർക്ക് കഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ഈ തൃശ്ശൂരാണെങ്കിൽ എന്നെ പുറത്തേക്ക് വിളിക്കാണല്ലോ. എന്താ ചെയ്യാ? മഹാദേവ, ഒന്നും സംഭവിക്കാതെ എന്നെ കാത്തോളേ. തൃശൂൽ, എന്തു പറ്റി? സ്വർഗത്തിന്റെ വാതിൽ തുറന്ന പോലെ. പോയിട്ട് വരാം. അല്ല, എന്നോട് മാത്രം റെഡിയാവാൻ പറഞ്ഞിട്ട് നീ എന്താ ഇതേ ഡ്രസ്സിൽ തന്നെ വരുന്നേ? കല്യാണത്തിന്റെ ഭക്ഷണം കഴിക്കാൻ വന്ന ആള് പൊതി കെട്ടിക്കൊണ്ട് പോകുന്നത് ശരിയായ കാര്യമല്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. വാ, പോവാം. എന്തോ വലത്തേക്കാണ് തുടിക്കുന്നു. കാര്യം എന്തായിരിക്കും? നിന്റെ ജീവിതത്തിൽ എന്തോ നല്ലത് നടക്കാൻ പോവാന്ന് തോന്നുന്നു. സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പോവാ. വേറെ എന്ത് നല്ല നടക്കാനാ? നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നേ? കടൽ തീരത്തേക്ക് എന്തിനാ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ? പറയാം, വാ. തൃശൂൽ, എന്താ ഇതൊക്കെ? ഹായ് ശിവാനി, വെൽക്കം ടു ത്രിവിക്രംസ് വേൾഡ്. തൃശൂൽ, എന്താ ഇതൊക്കെ?